Hello my dear friends, welcome to Kanno's Kitchen. ഞാൻ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരു വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗീ റൈസ് കഴിക്കാനും ബിരിയാണി കഴിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചിലർക്കൊക്കെ അത് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം കഴിക്കാതിരിക്കുന്നു. അപ്പോൾ തുടക്കക്കാർക്കും ഇതുവരെ ചെയ്യാൻ അറിയാത്തവർക്കും നെയ്ച്ചോറ് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല അരിയാണ് എടുത്തത്. ഈ ഒരു കപ്പിന് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്തതാണിത്. ജീരകശാല അരി എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ അരിയാണ്, ബസ്മതി റൈസ് പോലെ നീണ്ട അരിയല്ല. ഇതിനൊരു നല്ല മണവും രുചിയും ഒക്കെ തന്നെയാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ജീരകശാല അരി ഉപയോഗിച്ചുണ്ടാക്കുന്നതിന് പ്രത്യേക രുചിയായിരിക്കും. ഇനി ഇത് ഒന്നുകൂടെ നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കാം. അരിപ്പയിലിട്ട് നല്ലപോലെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഉരുളിയിലാണ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഉരുളി ഇപ്പം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ സാധാരണ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലുകൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഇനി ഇപ്പം ചേർത്ത് കൊടുത്ത സവാള നല്ല ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കാം. ചേർത്ത് കൊടുത്ത സവാള നല്ലപോലെ മൂത്ത് കഴിഞ്ഞു. ഞാനതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കട്ടെ. അതിനുശേഷം ഇതേ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 5-6 എണ്ണം. അതൊന്ന് മൂത്ത് പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർക്കണം. ഇനി നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആവട്ടെ. അണ്ടിപ്പരിപ്പും കിസ്മിസും മൂത്ത് കഴിഞ്ഞു. നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാളയുടെ കൂടെ തന്നെ ചേർക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഒരു 3 ഏലക്ക ചേർക്കാം. അതുപോലെ തന്നെ 3 ഗ്രാമ്പു ചേർക്കാം. ഒരു കഷ്ണം പട്ടയും കൂടെ ചേർക്കാം. ഇനി 1 മിനിറ്റ് ഒന്നിത് ഈ നെയ്യിൽ കിടന്നിട്ട് മൂക്കണം. അതിനുശേഷം നമുക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പം നമ്മൾ 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലുമാണ് ചേർക്കുന്നത്. അപ്പോൾ ടോട്ടൽ 1.5 കപ്പാവും. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം മാത്രം ചേർക്കാം. പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വെട്ടി തിളക്കട്ടെ. നമുക്ക് അടച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തീ സിമ്മിലേക്ക് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ചേർക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇത് നല്ലപോലെ ഇപ്പം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളം വെട്ടി തിളക്കുന്നത് വരെ ഒരു 3 മിനിറ്റ് എടുക്കും. അതുവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ കൊടുക്കാം, പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ ചേർത്തതിന് ശേഷം ഇപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞു. കണ്ടില്ലേ? ഈ സമയത്താണ് നമ്മൾ പാല് ചേർക്കുന്നത്. പാല് ചേർക്കാം. തീ ഏറ്റവും സിമ്മിലാണ് കൊടുക്കേണ്ടത്. പിന്നീട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ എന്ന് പറഞ്ഞാൽ സിമ്മിൽ ഒരു 5-6 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറക്കുകയോ ഇളക്കി കൊടുക്കുകയോ ഒന്നും വേണ്ട. സിമ്മിൽ അവിടുന്ന് കുക്കായിക്കോളും. അപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവും കൂടെ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ നെയ്ച്ചോറ് നല്ലപോലെ കുക്കായി കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അടിഭാഗം മുതൽ ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കട്ട പിടിച്ചു പോകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ നെയ്ച്ചോറ്. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റൈസാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ഉപകാരപ്പെടും ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയായി കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.